കോയമ്പത്തൂർ ഇന്ന് സ്റ്റേ ആയതുകൊണ്ട് ലുലു ഹൈപ്പർ മാർക്കറ്റ് കാണാൻ ഇറങ്ങി. എടപ്പള്ളി ലുലുവിൽ എപ്പോഴും പോകുന്നതുകൊണ്ട് ഇതെങ്ങനെയാണെന്ന് അറിയണമല്ലോ. ഇത് ഹൈപ്പർ മാർക്കറ്റ് മാത്രമേ ഉള്ളൂ. വലിയൊരു കോമ്പൗണ്ടിൽ ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകളുടെ നടുക്കാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ്. എടപ്പള്ളിയിൽ 3 നിലയായിട്ടാണ് ഉള്ളെങ്കിൽ ഇവിടെ വലിയൊരു ഷോറൂമാണ്. ഗ്രോസറീസ്, ഇലക്ട്രോണിക് ഐറ്റംസ്, ക്ലോത്തിങ്, ലേഡീസ് ആക്സസറീസ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഒറ്റ ഫ്ലോറിൽ വിശാലമായ ഷോറൂം. ഞങ്ങൾ അവിടെയൊക്കെ നന്നായിട്ട് ചുറ്റി കണ്ടു. ഒന്നും പ്രത്യേകിച്ച് പർച്ചേസ് ചെയ്തില്ല, പക്ഷെ മേടിച്ചത് ഫുഡ് ഐറ്റംസാണ്. സാലഡ്സും ഫ്രൈസും മേടിച്ചു. ഫുഡ് ഐറ്റംസിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അതും എടപ്പള്ളിനെക്കാട്ടും കൂടുതലാണ് ഇവിടെ ഉള്ളത്. ബേക്ക്ഡ് ഐറ്റംസും ബേക്കറി ഐറ്റംസും സ്വീറ്റ്സും ബേക്കറി ഐറ്റംസും എല്ലാം 3-4 സെക്ഷനായിട്ടാണ് ഉള്ളത്. ഹൈദരാബാദിൻ്റെ സ്വീറ്റ്സിൻ്റെ സെക്ഷൻ വേറെ തന്നെ ഉണ്ട്. ഇപ്രാവശ്യം പിന്നെ സ്വീറ്റ്സ് ഒന്നും മേടിച്ചില്ല, ബേക്ക്ഡ് ഐറ്റംസും മേടിച്ചില്ല. കേക്കുകളുടെയൊക്കെ വലിയൊരു നിര തന്നെ ഉണ്ട്. എല്ലാം ട്രൈ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും മേടിച്ചില്ല. പിന്നെ എടുത്ത സാധനങ്ങൾ ബില്ല് ചെയ്തു നേരെ പുറത്തേക്ക് ഇറങ്ങി. ഭക്ഷണ സാധനത്തിൻ്റെ കമ്പനിയ കലവറ തന്നെയായിരുന്നു അവിടെ. ബില്ലടിച്ച് പുറത്തിറങ്ങിയപ്പോൾ തന്നെയാണ് കബാബുകളുടെ സെക്ഷൻ ഉള്ളത്. അതും പല വെറൈറ്റി കബാബുകൾ ആൻഡ് ബിരിയാണി. പിന്നെ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലങ്ങളും കൂടി ഉണ്ട്. അതിനോട് തന്നെ ചേർന്ന് വേറെ സെപ്പറേറ്റ് ബേക്കറി. ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചു. ആദ്യം ഒരു ചോക്കോ ലാവ കേക്കും, പിന്നെ ഞങ്ങൾ മേടിച്ച സാലഡും. ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കിയ ഓൺ പ്രിപ്പറേഷൻ. സ്റ്റാർബക്സിൻ്റെ 400th സ്റ്റോറും അവിടെ ഉണ്ട്, കണ്ടില്ലേ? ബാക്കി 399 സ്റ്റാർബക്സിൻ്റെ ഇത് കട നമ്മൾ വഴി പോകുമ്പോൾ കണ്ടുപിടിക്കാം. ഞാൻ മിനീസോ കയറിയപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറയായിരുന്നു തമിഴിൽ. എനിക്കൊന്നും മനസ്സിലായില്ല. അവർ പറയുന്നു ബാഗ് അവിടെ വെക്ക്. ഞാൻ ഓർത്തപ്പോൾ ഈ ബാഗ് സെക്ഷനിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ഓർത്ത് അവർ പറയുന്ന ബാഗ് മേടിക്കും സെയിൽ എന്നാണ് ഞാൻ ഓർത്തു. പക്ഷേ എനിക്ക് തമിഴ് അറിയില്ലല്ലോ. എന്നിട്ട് അതൊക്കെ കറങ്ങി കണ്ട് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പിന്നെ ഉപ്പ് വരാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ബുക്ക് വായിച്ചു. സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലമുള്ള ഏരിയ ഉണ്ടോ. എനിക്കിഷ്ടപ്പെട്ടു.